നമസ്കാരം. ഞാനിവിടെ നിൽക്കുന്നത് ഒത്തിരി അഭിമാനത്തോടെയാണ്. എൻ്റെ നാട്ടിലെ ഒത്തിരി നല്ല മനുഷ്യർ ഇവിടെ വന്നെത്തി ആ നാടിനെയും ആ സംസ്കാരത്തെയും മറന്നു പോകാതെ ഒത്തിരി സന്തോഷത്തോടും ഒത്തിരി സ്നേഹത്തോടും ഒരു കൂട്ടായ്മയായി നിന്ന് ഇങ്ങനെയൊരു കലോത്സവം, ഒരു കലാമാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇവിടുത്തെ ഒരു കലാമേളയ്ക്ക് കണ്ട ഒരു പ്രത്യേകത, മറ്റു പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെയൊക്കെ പോകുമ്പോൾ ആ കലാമേളയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാണാത്ത ഒരു പ്രത്യേകത ഇവിടെ കണ്ടത്, എല്ലാം വളരെ ചിട്ടയായും കൃത്യമായും സത്യസന്ധമായും നടത്തുന്ന ഒരു കലാമേള. മാറി നിന്ന് നമ്മൾ പലതും കുറ്റം പറയാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരെങ്കിലും എല്ലായിടത്തും കാണും. അത് മലയാളിയുടെ സഹജമായ വാസനയാണ്. എന്നാൽ അങ്ങനെയല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ സ്കൂൾ യുവജനോത്സവം, കേരളത്തിലെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ ഞാൻ ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. അവിടെയൊന്നും കാണാത്ത ജഡ്ജ്മെൻറ്റിലുള്ള ഈ പറയുന്ന പെർഫെക്ഷൻ, സത്യസന്ധത, കൃത്യത, യാതൊരു കാരണവശാലും ആരുടെയും ഇടപെടലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാത്ത നല്ലൊരു രീതി ഇവിടെ അവലംബിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലും ഇന്നീ ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഞാൻ എല്ലാ പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കലാമേളയിൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളോട് ചില നിർദ്ദേശങ്ങളൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറിക്കോളാം. കാരണം മാക്സിമം 5 മിനിറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ മിക്കവരും ഒരൈറ്റം പഠിപ്പിച്ച് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം ഒരടിസ്ഥാനം പഠിപ്പിച്ച് വേണം അവരെ ഏതാണ്ട് ഒരു 5 or 6 അടവ് പഠിപ്പിക്കുക, ഉടനെ അവർ ഒരു ഐറ്റം പഠിപ്പിക്കുക, സ്റ്റേജിൽ അവതരിപ്പിക്കുക, പിന്നെ ഫസ്റ്റ് കിട്ടിയില്ലേ അടി ഉണ്ടാക്കുക. ഇതൊരു നല്ല കീഴ്വഴക്കമല്ല. ഓരോ പരാജയങ്ങളൊക്കെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം. ഈ വിജയങ്ങളെന്ന് പറയുന്നത് നമുക്കൊരാശ്വാസവുമായിരിക്കണം. പരാജയങ്ങൾ പരിശ്രമമായിരിക്കണം. ഞാൻ ആദ്യം പരാജയപ്പെട്ട് തുടങ്ങിയവനാണ്. ആദ്യമായി സംഗീതം പഠിച്ചിട്ട് ഈ പറയുന്ന സംഗീത കോഴ്സുകളെല്ലാം കഴിച്ച് ഒരു പ്രശസ്തനായ സംഗീത സംവിധായകൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്തിനാണെന്നറിയാമോ? ഒരു സംഗീത ഉപകരണം വായിക്കാനാണ് എന്നെ വിളിപ്പിച്ചിരുന്നത്. എൻ്റെ ഗുരുവായിരുന്നു അവിടെ പോകേണ്ടത്, പകരമാണ് എന്നെ വിട്ടത്. എന്നെ അന്ന് കണ്ടപാടെ അദ്ദേഹത്തിന് ഒട്ടും പിടിച്ചില്ല. ഈ കാണുന്ന ആരോഗ്യമൊന്നുമല്ല, എക്സ്റേ ഒന്നും എടുക്കണ്ട, ചുമ്മാ നിർത്തിയാൽ മതി. അതാണ് അന്നത്തെ ആരോഗ്യം. അപ്പോൾ കണ്ടപാടെ എന്നെ കൊണ്ടത് വായിപ്പിച്ചു പോലും നോക്കാൻ അദ്ദേഹം തയ്യാറാകാതെ എന്നെ ഇറക്കി വിട്ടു. നിന്റെ ഗുരു വന്നാൽ മതി, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞിട്ടില്ല, ഇത്ര ചെറിയ പിള്ളേരൊന്നും എൻ്റെ കൂടെ വായിക്കണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പക്ഷേ അത് അദ്ദേഹത്തോടുള്ള വിരോധമല്ല, മറിച്ച് അദ്ദേഹം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കൂട്ടിയത്. തുടർന്ന് ശക്തമായി പരിശ്രമിച്ചു, അതിശക്തമായി പരിശ്രമിച്ചു. ആ പരിശ്രമം ഇന്ന് എന്നെ ഒരു സംഗീത സംവിധായകനാക്കി. അതുകൊണ്ട് പരാജയം, ഒത്തിരി അവാർഡുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിന്നിൽ കഴിവുള്ളവൻ കൂടെയുണ്ടെന്നുള്ളതാണ് കഴിവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലാണ് ആശ്രയിക്കേണ്ടതും. ഞാൻ പാട്ടുകൾ എഴുതിയ കാര്യം ഇവിടെ പറഞ്ഞു. 2500 പാട്ടുകളോളം എഴുതിയെന്ന്. ഒരൊറ്റ പാട്ട് എഴുതാൻ പോലും, അല്ലെങ്കിൽ എഴുതിയ പാട്ടുകൾ പുറത്ത് കാണിക്കാൻ നാണമായിട്ട് നടന്ന ഒരാളായിരുന്നു ഞാൻ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ മലയാളം അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ഇന്നൊന്നും പഠിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാം പേപ്പറും പേനയൊക്കെ എടുത്ത് എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മലയാളത്തിലുള്ള പാണ്ഡിത്യം ഒന്നറിയാൻ ഞാൻ ഒരു പരീക്ഷണം നടത്തുകയാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, കേരളം എന്ന വിഷയത്തെക്കുറിച്ച് ഒറ്റ സെന്റൻസിൽ ഒരു വാചകം എല്ലാവരും എഴുതണമെന്ന് പറഞ്ഞു. ഒറ്റ സെന്റൻസിൽ കേരളം മുഴുവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഞാനും പേപ്പറും പേനയും എടുത്തു. എല്ലാ കുട്ടികളും, ആ ക്ലാസ്സിലുള്ളവരെല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്തു. എഴുത്തു തുടങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ കാണിച്ചു. നമ്മളങ്ങനെയാണല്ലോ ക്ലാസ്സിൽ, സാറേ ഞാൻ എഴുതിയെന്ന് പറഞ്ഞ് കൈ കാണിച്ചു. ഇല്ലേ, ആ ചെറുക്കൻ എഴുതിയല്ലോ, എഴുന്നേറ്റ് നിന്ന് മോൻ വായിച്ച് എന്താണ് എഴുതിയത്? ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്:
മാമരവും പൂമരവും മരക്കൊളുന്തും മല്ലികയും വളരുന്ന കാനനച്ചോലകൾ കളകളം പാടുന്ന ഭാരത ഉപഭൂഖണ്ഡത്തിലെ മനോമോഹനമായ ഭൂവിഭാഗമാണ് പരശുരാമൻ മഴവരുന്ന് സൃഷ്ടിച്ചുവെന്ന് ഐതിഹ്യം ഉദ്ഘോഷിക്കുന്ന തിരകളുടെ തിരുമുൾക്കാഴ്ചയാണെന്ന് അവകാശപ്പെടുന്ന മലയ്ക്കും ആഴിക്കും ഇടയ്ക്ക് കിടന്ന് മന്നന്മാരുന്നിൽ തലയാട്ടുന്ന കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമായ മലനാട് അഥവാ കേരളം. ആ അധ്യാപകൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എടാ, ഇവൻ ആള് കൊള്ളാമല്ലോ, എടോ തനിക്ക് വല്ലതൊക്കെ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. സാറേ, ഞാൻ കുറേയൊക്കെ കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരി, നാളെ മുതൽ ഓരോ കവിത എഴുതി കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. ഒരു ശിക്ഷ എന്നോണമാണ് അങ്ങ് പുള്ളി പറയുന്നത്. എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ജോർജ് തോമസ് സാറിന് ഞാനിപ്പം സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമാണ് കോളേജ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വസുധയോട് എന്നൊരു കവിതാ സമാഹാരം അന്ന് പുറത്തിറക്കാൻ അദ്ദേഹം മൂലമാണ് സാധിച്ചത്. തുടർന്ന് ഈ പറയുന്ന പാട്ടുകളൊക്കെ എഴുതാനും. അപ്പോൾ ഒന്നും പരാജയമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കണം. കുട്ടികളെ അവരുടെ കലാപരമായ കഴിവുകൾക്ക് അവരാഗ്രഹിക്കുമ്പോൾ നീ പഠിക്കടാ, നീ തിന്നടാ, നീ പഠിക്കടി, നീ തിന്നടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു കുട്ടി എന്ന് പറഞ്ഞത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒന്നുമല്ല. അവർക്ക് ഫോർമേഷൻ കൊടുക്കുമ്പം അവരുടെ ആധ്യാത്മികമായ അടിത്തറ ഉണ്ടാക്കണം, മാനസികമായ കരുത്തുണ്ടാക്കണം, ശാരീരികമായ വളർച്ച ഉണ്ടാകണം. ശരീരം മാത്രം വളർന്നാൽ പോരാ, മനസ്സും വളരണം, ഒപ്പം ബുദ്ധിപരമായ വളർച്ച ഉണ്ടാകണം. ഈ 4 ഘടകങ്ങളും ഒരേപോലെ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി പൂർണ്ണനാകുന്നത്. അതിനുള്ള പരിശ്രമമായിരിക്കണം. കൂടുതൽ പറയാനൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഒരു 4 വരി പാട്ടെങ്കിലും പാടണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു 4 വരിയെങ്കിലും പാടുന്നു. ഇപ്പം തൽക്കാലം ഞാൻ കരോക്കെ ഒന്നുമില്ല, എൻ്റെ ജോജോയുടെ സഹായം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് പാടുന്നു. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ എന്ന ഗാനം 4 വരി പാടുന്നു. ഇന്നൊരു നല്ല സുഖമില്ലാത്തൊരവസ്ഥയാണ്, എന്നാലും ഞാൻ പാടുകയാണ്. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം എന്തൊരാനന്ദം. നമസ്കാരം. Thanks a lot, Mr. Sunny Stephen. So that was a very motivating and impressive speech.